Hi students, today we will discuss IoT reference model. Actually it's a model. The aim of this reference model is to establishing a common grounding and a common language for IoT architecture and IoT system. ഒരു IoT സിസ്റ്റത്തിൻ്റെ കോമൺ സ്ട്രക്ചർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മോഡലാണ് ആക്ച്വലി എന്ത് IoT റെഫറൻസ് മോഡൽ എന്ന് പറയും. ആ റെഫറൻസ് മോഡലിൻ്റെ അതായത് ഒരു IoT സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തൊക്കെ ബേസിക്സ് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടായിരിക്കും ആൻഡ് വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് വാട്ട് ആർ ദി സ്ട്രക്ചർ ഓഫ് an IoT സിസ്റ്റം ഷുഡ് ഹാവ്, എന്തൊക്കെയായിരിക്കും ഒരു IoT സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരിക്കും, അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും, അതിൻ്റെ ആർക്കിടെക്ചർ എന്തായിരിക്കും എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്ന ഒരു റെഫറൻസ് മോഡലാണ് നമ്മൾ IoT റെഫറൻസ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് so many submodels. Here the figure explain the reference model of an IoT system, and we have so many submodels. For example, IoT domain model is a submodel. IoT domain model, this block is a submodel. IoT information model is another one, and IoT functional model is another submodel. IoT communication model, IoT trust and security privacy model, ഇതൊക്കെ കൂടിയതാണ് ആക്ച്വലി ഇന്ന് ഒരു IoT റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം IoT ഡൊമൈൻ മോഡൽ, IoT ഇൻഫർമേഷൻ മോഡൽ, IoT ഫങ്ഷണൽ മോഡൽ, IoT കമ്മ്യൂണിക്കേഷൻ മോഡൽ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി എന്താണ് അതൊരു സബ് മോഡൽസാണ്. അപ്പോൾ ഈ സബ് മോഡൽസ് എന്ന് പറയുന്ന സംഭവമാണ് എല്ലാം കൂടെ കൂടിയതാണ് ആക്ച്വലി എന്ത് ഒരു റെഫറൻസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരോ സബ് മോഡൽസിനും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് ദിസ് യെല്ലോ ആരോ എക്സ്പ്ലെയിൻസ് ഹൗ കോൺസെപ്റ്റ്സ് ആൻഡ് ആസ്പെക്ട്സ് ഓഫ് വൺ മോഡൽ ഈസ് യൂസ്ഡ് ആസ് ദി ബേസിക്സ് ഓഫ് അനദർ. അപ്പോൾ ഈ ഒരു യെല്ലോ ആരോ എന്ന് പറയുന്ന സാധനം ആക്ച്വലി എന്താ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം IoT ഇൻഫർമേഷൻ മോഡൽ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ IoT ഇൻഫർമേഷൻ മോഡലിനകത്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് IoT ഡൊമൈൻ മോഡലിൻ്റെ കോൺസെപ്റ്റ്സും ആസ്പെക്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത് IoT ഇൻഫർമേഷൻ മോഡൽ എന്ന് പറയുന്നതാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതേപോലെ IoT ഫങ്ഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ IoT ഇൻഫർമേഷൻ മോഡലിൻ്റെയും IoT ഡൊമൈൻ മോഡലിൻ്റെയും കോൺസെപ്റ്റ്സും ആസ്പെക്ട്സ് ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് IoT ഫങ്ഷണൽ മോഡൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലേ? അപ്പോൾ ഇതാണ് ആക്ച്വലി റെഫറൻസ് മോഡൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നമുക്ക് ഓരോരോ ബ്ലോക്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ ഈസ് IoT ഡൊമൈൻ മോഡൽ, ആൻഡ് ഇറ്റ്സ് എ ഫൗണ്ടേഷൻ ഓഫ് IoT റെഫറൻസ് മോഡൽ. IoT ഡൊമൈൻ മോഡലാണ് ആക്ച്വലി IoT റെഫറൻസ് മോഡലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ സംഭവം, which introduces the main concepts of IoT like devices, IoT services and virtual entities. അപ്പോൾ IoT ഡിവൈസസിനും IoT സർവീസസും ആൻഡ് വെർച്വൽ എൻറ്റിറ്റീസ് ഒക്കെ അതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനകത്താണ്, ഈ IoT ഡൊമൈൻ മോഡലിനകത്താണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് കോൺസെപ്റ്റ്സ്. ഇത് തമ്മിലുള്ള റിലേഷൻസും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഡൊമൈൻ മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡൊമൈൻ മോഡൽ മാത്രമല്ല എന്ത് റെഫറൻസ് മോഡൽ. ഡൊമൈൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി എ സബ് മോഡൽ, ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ഡൊമൈൻ മോഡൽ വി ഹാവ് സോ മെനി അതർ സബ് മോഡൽസ് ടു കൺസ്ട്രക്ട് എ റെഫറൻസ് മോഡൽ. ഒരു റെഫറൻസ് മോഡലിനകത്ത് എന്തുണ്ടാവും, കുറേ സബ് മോഡൽസ് ഉണ്ടായിരിക്കും. അപ്പം ഡൊമൈൻ മോഡൽ അതിനകത്ത് എന്താണ്, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മോഡൽ മാത്രമാണ്. ഓക്കെ, ആ ഡൊമൈൻ മോഡൽ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, കോൺസെപ്റ്റ്സ് ഓഫ് IoT ഡിവൈസസ്, സർവീസസ് ആൻഡ് വെർച്വൽ എൻറ്റിറ്റീസ്, ആൻഡ് അത് തമ്മിലുള്ള റിലേഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി എന്ത് അല്ല നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, ആക്ച്വൽ സ്പെസിഫിക്കേഷൻ എന്താണെന്നല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്പെസിഫൈ ചെയ്യുന്നില്ല. ഏത് കമ്പോണൻസാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സ്പെസിഫിക്കേഷനിലെ ഡിവൈസാണെന്നല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്.
നമ്മൾ ആക്ച്വലി അത് എന്താ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ. അബ്സ്ട്രാക്ഷൻ ലെവൽ ഓഫ് IoT ഡൊമൈൻ മോഡൽ ഹാസ് ബീൻ ചൂസൺ ഇൻ സച്ച് എ വേ ദാറ്റ് കോൺസെപ്റ്റ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സ്പെസിഫിക് ടെക്നോളജീസ് ആൻഡ് യൂസ് കേസ്. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഒരു സ്പെസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പറയുക. നമ്മളൊരു കോൺസെപ്റ്റ് മാത്രമേ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ഏത് സ്പെസിഫിക്കേഷനിലുള്ള ഡിവൈസാണ് യൂസ് ചെയ്യേണ്ടതെന്നോ അല്ലെങ്കിൽ ഏത് പാരാമീറ്റർ ഉള്ള ഒരു കമ്പോണൻ്റാണ് അവിടെ യൂസ് ചെയ്യേണ്ടതെന്നോ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഡൊമൈൻ മോഡലിനകത്ത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ ഒരു ആക്ച്വൽ സ്പെസിഫിക്കേഷൻ ഒന്നും നമ്മൾ പറയാതെ ഒരു കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ. ആൻഡ് ദ ഐഡിയ ഓഫ് ദീസ് കോൺസെപ്റ്റ്സ് ആർ നോട്ട് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് മച്ച് ഓവർ ദി നെക്സ്റ്റ് ഡീക്കേഡ്സ് ഓർ ലോങ്ങർ. അപ്പോൾ നമ്മൾ ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആകാൻ പോകുന്നൊരു കോൺസെപ്റ്റ് അല്ല നമ്മൾ പറയുന്നത്. ഒരു നെക്സ്റ്റ് ഡീക്കേഡിലേക്ക് അടുത്ത 10 വർഷത്തേക്ക് ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ ടെക്നോളജി ആക്ച്വൽ സ്പെസിഫിക്കേഷൻ മാറിയായിരിക്കും, ബട്ട് ടെക്നോളജി വിൽ നോട്ട് ചേഞ്ച് ഫോർ ദി നെക്സ്റ്റ് 10 ഡീക്കേഡ്സ് ഓർ ലോങ്ങർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സെൻസ് ചെയ്യുന്ന ഒരു റെയിൻ ഗേജിന് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രഷർ ഗേജ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ അതിനകത്ത് സ്പെസിഫൈ ചെയ്യും. ഏത് ടൈപ്പ് പ്രഷർ ഗേജ് യൂസ് ചെയ്യണമെന്നോ അതിൻ്റെ ഔട്ട്പുട്ട് പാരാമീറ്റർ ഡിജിറ്റൽ വാല്യൂ ആയിരിക്കണമെന്നോ അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, സ്പെസിഫൈ ചെയ്യില്ല. ഏത് കമ്പനിയുടേതാണെന്ന് സ്പെസിഫൈ ചെയ്യില്ല, ഏത് രീതിയിലുള്ളതാണെന്ന് സ്പെസിഫൈ ചെയ്യില്ല. നമ്മൾ എന്തുമാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, പ്രഷറിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് എന്ന് മാത്രമേ നമ്മൾ അവിടെ സ്പെസിഫൈ ചെയ്യുള്ളൂ. ആ കോൺസെപ്റ്റ് മാത്രമേ നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ, ഈ ഡൊമൈൻ മോഡലിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുള്ളൂ. ഓക്കെ, so this is the foundation model, that is domain IoT domain model. In this model we explain the concept of devices, IoT services and virtual entities. Virtual entities നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആക്ച്വലി ഒരു IoTക്കകത്ത് എപ്പോഴും എന്തുണ്ടാവും, ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു റൂം ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൂം തന്നെ ഇറ്റ്സ് എ ഫിസിക്കൽ എൻറ്റിറ്റി. അതിനകത്ത് ഫാന് ലൈറ്റ് ഒക്കെ സാധനങ്ങൾ എന്തായിരിക്കും, കുറേ ഡിവൈസസ് ഒക്കെ ഉണ്ടാകും. അതെല്ലാം കൂടെ കൂടിയതായിരിക്കും നമ്മൾ എന്ത് ഫിസിക്കൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സാധനം. ആ ഫിസിക്കൽ എൻറ്റിറ്റി നമുക്ക് ഡയറക്റ്റായിട്ട് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ റൂം അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫിസിക്കൽ സാധനത്തിന് അതേപോലെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, IoTക്കകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ വേർഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ എന്താ പറയുക, വെർച്വൽ എൻറ്റിറ്റി. അതായത് ഒരു റൂം എന്ന് പറഞ്ഞ സംഭവം എങ്ങനെയാണ് പ്രോഗ്രാമിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് വെർച്വൽ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ എൻറ്റിറ്റീസ് തന്നെ അത് പ്രോഗ്രാമിനകത്തും ഹാർഡ്വെയറിനകത്തൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതോ അതിനാണ് നമ്മൾ എൻറ്റിറ്റി, വെർച്വൽ എൻറ്റിറ്റീസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസസിനെയും IoT സർവീസസിനെയും വെർച്വൽ എൻറ്റിറ്റീസിൻ്റെയും കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് തമ്മിലുള്ള റിലേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അതൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡൊമൈൻ മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആൻഡ് യൂസിങ് ദി കോൺസെപ്റ്റ് ആൻഡ് ആസ്പെക്ട്സ് ഓഫ് ഡൊമൈൻ മോഡൽ വി ഡെവലപ്പ് IoT ഇൻഫർമേഷൻ മോഡൽ. നമ്മൾ IoT ഇൻഫർമേഷൻ മോഡലാണ് നെക്സ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് IoT ഡൊമൈൻ മോഡൽ ആൻഡ് IoT ഇൻഫർമേഷൻ മോഡൽ. ഇൻഫർമേഷൻ മോഡൽ എന്ന് പറഞ്ഞ സാധനം ഏതായിരിക്കും, ഇതിൻ്റെ IoT ഡൊമൈൻ മോഡലിൻ്റെ എന്ത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കോൺസെപ്റ്റും ആസ്പെക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. IoT ഇൻഫർമേഷൻ മോഡൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. Based on the IoT domain model, IoT information model has been developed. It defines the structure, relations and attributes of IoT related information in IoT system on a conceptual level without discussing how it would be represented. അപ്പം ആക്ച്വലി ഇൻഫർമേഷൻ മോഡലിനകത്ത് നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യുന്നത്, സ്ട്രക്ചർ ഓഫ് IoT റിലേറ്റഡ് ഇൻഫർമേഷൻസ് ഇൻ IoT സിസ്റ്റം. IoT സിസ്റ്റത്തിനകത്തുള്ള ഇൻഫർമേഷൻസ്, IoT റിലേറ്റഡ് ഇൻഫർമേഷൻസ് എങ്ങനെയാണ്, അതിൻ്റെ റിലേഷൻസ് എന്താണ് എന്നാണ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. IoT ഇൻഫർമേഷൻ മോഡലിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, വിത്തൗട്ട് ഡിസ്കസിങ് ഹൗ ഇറ്റ് വുഡ് ബി റെപ്രസെൻറ്റഡ്. എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ്, ഈ ഇൻഫർമേഷൻ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും എന്നുള്ള പറയാതെ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ്, അത് തമ്മിലുള്ള റിലേഷൻസ് എന്താണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഏത് IoT ഇൻഫർമേഷൻ മോഡൽ. ഇൻഫർമേഷൻസ് അബൌട്ട് ഡിവൈസസ്, IoT ഡിവൈസസ് ആൻഡ് വെർച്വൽ എൻറ്റിറ്റീസ്, ഇതിനകത്തൊക്കെയുള്ള ഇൻഫർമേഷൻസ്, ഈ ഇൻഫർമേഷൻസ് എങ്ങനെ ഗ്യാദർ ചെയ്യും,
അപ്പോൾ ആ എങ്ങനെ ഓരോന്നിൻ്റെയും ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാന്നല്ല, എങ്ങനെ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് ഓരോ ഡിവൈസസിനകത്തും സർവീസസിനകത്ത് എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, വെർച്വൽ എൻറ്റിറ്റീസിനകത്ത് എന്തൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് IoT ഇൻഫർമേഷൻ മോഡലിനകത്താണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് IoT functional model. IoT functional model identifies group of functionalities of which most are grounded in key concept of domain model. ഡൊമൈൻ മോഡലിൻ്റെ കീ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ഉണ്ടാക്കുന്നത്, IoT ഫങ്ഷണൽ മോഡൽ ഉണ്ടാക്കുന്നത്. ആൻഡ് IoT ഫങ്ഷണൽ മോഡൽ ഐഡൻറ്റിഫൈസ് ഗ്രൂപ്പ് ഓഫ് ഫങ്ഷണാലിറ്റീസ്. കുറേ ഫങ്ഷണാലിറ്റീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്നു ഇതിനകത്ത് ഫങ്ഷണൽ മോഡലിനകത്ത്. അതാണ് ഫങ്ഷണൽ മോഡൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. And number of these functionality group FG build on each other following the relation identified in IoT domain model. IoT domain മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. The functionality group provides information for interacting with instance of these concepts of managing information related to the concepts. അപ്പോൾ ഓരോ വെർച്വൽ എൻറ്റിറ്റീസിനകത്ത് നിന്ന് കിട്ടുന്നത്, ഡിവൈസസിനകത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ്, ഇതൊക്കെ ഓരോന്നും നമ്മൾ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇതിനകത്ത് ഫോം ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഇതൊക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് ഡിഫൈൻ ചെയ്യുന്നത്, ഫങ്ഷണൽ മോഡലിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. The functionalities of FG's functional group that manage information use the IoT information model as the basis of structuring their informations. നമ്മൾ IoTക്കകത്ത് യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻ സ്ട്രക്ചർ ചെയ്യുന്നത് ആക്ച്വലി ഈ മോഡലിംഗ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രീവിയസ് ഫ്ലോ ബ്ലോക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് IoT ട്രസ്റ്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി മോഡൽ. ഈ രണ്ട് ബ്ലോക്ക് എന്താണെന്നുള്ളതാണ്. A key functionality in any distributed computer system is communication between different components. അതിനകത്ത് യാതൊരു തർക്കമില്ലാത്തതാണ്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് കീ ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി തന്നെ എന്തായിരിക്കും, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദീസ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പോണൻസ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസ്, നെറ്റ്വർക്കിനകത്തുള്ള ഈ ഇൻഡിവിജ്വൽ കമ്പോണൻസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ. One of the characteristics of IoT system is often the heterogeneity of communication technology employed. ഇപ്പോൾ ഏത് ടൈപ്പ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ IoT എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ മോഡലിനകത്ത് നമ്മൾ ഇപ്പോൾ ഏത് വയർലെസ് ആണോ വയേർഡ് ആണോ, അത് തന്നെ വയർലെസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ടൈപ്പ് കമ്മ്യൂണിക്കേഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഓരോ ഡിവൈസസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഗേറ്റ് വേ വരെ ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗേറ്റ് വേക്ക് ശേഷം നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആക്ച്വലി എന്ത് ഈ കമ്മ്യൂണിക്കേഷൻ മോഡലിനകത്ത്, IoT കമ്മ്യൂണിക്കേഷൻ മോഡലിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. The IoT communication model introduces the concept of handling the complexity of communication in heterogeneous IoT environment. അപ്പം ഇത് ആക്ച്വലി മോഡൽ ചെയ്യും എങ്ങനെയാണ് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ മോഡലിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ ഓൾസോ constitute one FG in the IoT functional model. ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്തുള്ള കമ്മ്യൂണിക്കേഷനും എങ്ങനെയാണ്, അത് മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അത് ഓവറോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് ബ്ലോക്ക് ഈസ് ട്രസ്റ്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, TSP എന്ന് പറയാം. ഫൈനലി ട്രസ്റ്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ടിപ്പിക്കൽ IoT യൂസ് കേസ് സിനാരിയോസ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം വരുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി എങ്ങനെയാണ്, പ്രൈവസി എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഓരോ ബ്ലോക്ക് തമ്മിൽ അതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ആ ബ്ലോക്കാണ് ആക്ച്വലി എന്ത് ട്രസ്റ്റ്, സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി മോഡൽ എന്ന് പറയുന്നത്.
The relevant functionalities and their independencies and interactions are introduced in IoT TSP model. അപ്പം ഇത് തമ്മിലുള്ള സെക്യൂരിറ്റീസ് എങ്ങനെയാണ്, ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ്, സെക്യൂർഡ് വേയിൽ എങ്ങനെയാണ് ഇത് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു മോഡലിങ്ങിനകത്താണ്. ആസ് ഇൻ ദി കേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെക്യൂരിറ്റി കൺസ്റ്റിറ്റ്യൂട്ട് എ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദി ഫങ്ഷണൽ മോഡൽ. ഇവിടെ നമ്മൾ ഓരോരോ ബ്ലോക്ക് ബൈ ബ്ലോക്ക് ആയിട്ടാണ് ഓരോന്നും വേണ്ടി ചെയ്യുന്നത്, സെക്യൂരിറ്റി എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദി ഫങ്ഷണൽ സബ് മോഡൽസ് ഇൻ എ റെഫറൻസ് മോഡൽ. സോ റെഫറൻസ് മോഡൽ ആക്ച്വലി ഇത്രയും സാധനങ്ങൾ കൂടിയതാണ്. അതിനകത്ത് കുറേ സബ് മോഡൽസ് ഉണ്ട്. ആ സബ് മോഡൽസിൻ്റെ ഓരോന്നും എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്ന് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഓരോ ഫങ്ഷണാലിറ്റിയുള്ള ഈ സബ് മോഡൽസ് ചേർന്നാണ് എന്ത് ഒരു റെഫറൻസ് മോഡൽ എന്ന് പറയുക. The figure shows the reference model. Here the reference model is not explained with the block diagram. The entire reference model is divided into different levels. Here the reference model is divided into 7 different levels, and each level having different components, different type of communications involved, different concepts involved, and the remaining portions will explain how these different levels are combined together to form a reference model, or the remaining portions will explain each level of the reference model. It is important to note that in IoT the data flows in both directions. That means from top to bottom, and also from level 1 to level 7. That means bottom to top. In control pattern, the control informations flow from top model or top level to bottom level. That means level 7 to level 1. In monitoring pattern, the flow of information is in the reverse order. That means level 1 to level 7. In most of the system, the flow is bidirectional. So next we can study each block and functionality of each blocks. What are the components included in the each block, and how this block is interact with another block. So we can start with level 1 is a physical device and controllers. In IoT reference model, I normally start with level 1. It includes physical device and controllers that might control multiple device controllers that might control multiple devices. ഇവിടെ നമ്മൾ ഫസ്റ്റ് ലെവൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനകത്ത് നോർമലി ഫിസിക്കൽ ഡിവൈസ് ആണ് ആൻഡ് കൺട്രോളേഴ്സ് ആണ്. ആൻഡ് വൺ കൺട്രോളർ മേ controls multiple devices, and these controller and devices, the combination of these controller and devices may call things in IoT, and they include a wide range of endpoint devices and send and receive informations. ഇതാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് IoTക്കകത്തുള്ള എൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞ സാധനം ആക്ച്വലി ഇതാണ്. അപ്പോൾ ഇവിടുന്നാണ് നമ്മൾ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നതും ഡാറ്റ സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും. ഓക്കെ, അപ്പം സെൻസേഴ്സ് എന്ത് ചെയ്യുന്നു, ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡാറ്റ സെൻസ് ചെയ്തിട്ട് റിസീവ് ചെയ്യുന്നു, ആൻഡ് ദീസ് ഇൻഫർമേഷൻസ് ആർ സെൻഡ് ടു അനദർ എൻഡ് പോയിന്റ് ദറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദി IoT ഡിവൈസ്. അപ്പോൾ അവിടെ നമ്മൾ സെൻസേഴ്സ് അല്ല യൂസ് ചെയ്യുന്നത്, ആക്ച്വേറ്റേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എനിവേ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസസിനെയും അതിനെ കൺട്രോൾ ചെയ്യുന്നതും പോർഷൻസിനെ നമ്മൾ എന്ത് പറയും, തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ തിങ്സ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഡാറ്റ റിസീവ് ചെയ്യുകയും സെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ടുഡേ ദ ലിസ്റ്റ് ഓഫ് ഡിവൈസസ് ഈസ് ഓൾറെഡി എക്സ്റ്റെൻസീവ്. ഇപ്പോൾ എത്ര ഡിവൈസസ്, എങ്ങനെ ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ലിസ്റ്റാക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ ഹ്യൂജ് ലിസ്റ്റ്. ഇറ്റ് ബിക്കം ഓൾമോസ്റ്റ് അൺലിമിറ്റഡ് ആസ് മോർ എക്യുപ്മെൻസീസ് ആഡഡ് ടു ദി IoT ഓവർ ടൈം. ഓരോ സമയം കഴിയുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡിവൈസസ് എന്ന് പറഞ്ഞ സാധനം, കൺട്രോളേഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ കൂടുതൽ ഡിവൈസസും കൂടുതൽ കൂടുതൽ കൺട്രോളേഴ്സും ഓരോ ടൈമിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, IoTക്കകത്ത് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഡിവൈസസ് ആർ ഡൈവേഴ്സ് ആൻഡ് ദർ ആർ നോ റൂൾസ് അബൌട്ട് സൈസ്. അപ്പം നമുക്കിതിന് റൂൾസ് ഒന്നുമില്ല. ഡിവൈസസിൻ്റെ സൈസ് എന്താണെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ലൊക്കേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല, ഫോം ഫാക്ടർ പറയുന്നില്ല, ഒറിജിൻ എന്ന് പറഞ്ഞ സാധനം സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിൻ്റെ സം ഡിവൈസസ് വിൽ ബി സൈസ് ഓഫ് എ സിലിക്കൺ ചിപ്പ്. ഇപ്പോൾ ഡിവൈസസ് ചെറിയ സിലിക്കൺ ചിപ്പ് പോലത്തെ ചെറിയ സാധനമായിരിക്കും.
സംടൈംസ് ഇറ്റ് വിൽ ബി എ ലാർജസ്റ്റ് വെഹിക്കിൾ, ഒരു വലിയ വെഹിക്കിളിൻ്റെ അത്രയും വലിയതായിട്ടുള്ള ഒരു ഡിവൈസസ് ആയിരിക്കും. The IoT must support the entire range. Dozens or hundreds of equipments manufacturers will produce IoT devices to simplify the complexity and support manufacturability. The IoT reference model generally describes the level of processing needed from level 1 devices. Actually ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ, എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഡിവൈസസും കൺട്രോളേഴ്സാണ് നമ്മൾ ഏത് ലെവലിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ലെവൽ 1-നകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഡിവൈസസ് ആൻഡ് കൺട്രോളേഴ്സ്. അതിനകത്ത് IoT devices are capable of അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻസ്. ഇപ്പോൾ നോർമലി അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി സിഗ്നൽസ് ഇൻ nature are in the form of analog, and this analog signal is controlled by a digital device or controllers. So we have to convert this analog informations into digital form. അപ്പോൾ അതിന് നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, അൺലോക്ക് ടു ഡിജിറ്റൽ കൺവേർഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. സോ IoT devices are capable of unlock to digital conversions as required. ചിലത് ഡയറക്റ്റ് സെൻസ് ചെയ്യുന്ന വാല്യൂ തന്നെ ഡിജിറ്റൽ ഡിവൈസസിനകത്തേക്ക് ജനറേറ്റിംഗ് ഡാറ്റ ജനറേറ്റ് ചെയ്യണം ഡിവൈസസിന്. ബീയിങ് കൊറീഡ് കൺട്രോൾഡ് ഓവർ നെറ്റ്, അതെന്തായിരിക്കാം, കൺട്രോൾ ചെയ്യാൻ പറ്റണം ഡിവൈസസിനകത്ത്, കൺട്രോൾ ചെയ്യാൻ പറ്റണം, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റണം, അതൊക്കെ ചെയ്യാൻ പോസിബിൾ ആയിരിക്കണം. സോ ഫസ്റ്റ് ലെവൽ ഈസ് ഫിസിക്കൽ ഡിവൈസ് ആൻഡ് device controllers, and second level is connectivity. This is an important thing. Communication and connectivity are concentrated in one level, that is level 2. Level 2-ലാണ് നമ്മൾ എന്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കണക്ടിവിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡിവൈസസ് തമ്മിൽ എന്ത് ചെയ്യുക, communication perform here, that is communication and connectivity, and this functionality is explained in level 2. The most important function of level 2 is reliable communication, timely information exchange. ഇതൊക്കെയാണ് എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ലെവൽ 2-ൻ്റെ. അപ്പം ഈ കമ്മ്യൂണിക്കേഷനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ലെവൽ 2-നകത്ത്. This includes transmissions between devices and network. ഡിവൈസസും നെറ്റ്വർക്കും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. അക്രോസ് ദി നെറ്റ്വർക്ക് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. ബിറ്റ്വീൻ ദി നെറ്റ്വർക്ക് ആൻഡ് ലോ ലെവൽ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഒക്കറിങ് അറ്റ് ലെവൽ 3. അപ്പം നെറ്റ്വർക്കും പിന്നെ ലെവൽ 3-ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. One objective of the reference model is for communication and processing to be executed by എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനകത്ത് കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. അതാണ് ആക്ച്വലി നമ്മൾ ഈ കണക്ടിവിറ്റി കൊണ്ട് നമ്മൾ എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയാം. IoT reference model does not require or indicate creation of a different network. അതൊരു പുതിയ നെറ്റ്വർക്കിനെ പറ്റി ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇറ്റ് റിലൈസ് ഓൺ ദി എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക്. അത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, എക്സിസ്റ്റിംഗ് നെറ്റ്വർക്കിനാണ്. ആസ് ലെവൽ 1 devices proliferate, the ways in which they interact with level 2 connectivity equipment and may change. Regardless of the details, the level 1 device communicate through the IoT system by interacting with level 2 connectivity equipment. The level 1-ഉം level 3-യും തമ്മിൽ എങ്ങനെ ലെവൽ 2 കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലെവൽ 2 ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനകത്താണ്, ലെവൽ 2-നകത്താണ്. സോ ലെവൽ 2 നോർമലി എക്സ്പ്ലെയിൻസ് ഹൗ ഡിവൈസസ് ആൻഡ് നെറ്റ്വർക്ക്സ് ആർ കമ്മ്യൂണിക്കേറ്റഡ്. അതാണ് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിവൈസസും നെറ്റ്വർക്കും മാത്രമല്ല, ബിറ്റ്വീൻ ഡിവൈസസ് തമ്മിലുള്ളത്, ആൻഡ് അക്രോസ് ദി നെറ്റ്വർക്ക് തമ്മിലുള്ളത്, ആൻഡ് ബിറ്റ്വീൻ നെറ്റ്വർക്ക് ആൻഡ് ലെവൽ 3. ഇതാണ് ആക്ച്വലി ലെവൽ 2 എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Connectivity, communication and units. Level 2 functionality focus on east-west communications. Connectivity includes communicating with and between level 1 devices. Level 1 devices തമ്മിലുള്ള communications. Reliable devices across the network. നെറ്റ്വർക്കിനകത്തുള്ള ഡിവൈസസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് പ്രോട്ടോകോൾസ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ ലെവൽ 2-നകത്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
switching and routing, transmission between protocols, transition between protocols, security at the network level, ലെവലിനകത്തുള്ള സെക്യൂരിറ്റി. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിനകത്താണ് ലെവൽ 2-നകത്ത്. ദെൻ നെക്സ്റ്റ് ഈസ് ലെവൽ 3. Level 3 is edge computing or fog computing. The function of the level 3 are driven by the need to convert network data flows into information that is suitable for storage and higher level processing at level 4. നെറ്റ്വർക്കിനകത്തുള്ള ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ട രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യമാണ് ആക്ച്വലി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഈ എഡ്ജ് കമ്പ്യൂട്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നത്. നോർമലി ഒരു കമ്മ്യൂണിക്കേഷനകത്ത് നമ്മളൊരു ഡാറ്റ സെൻഡ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, പാക്കറ്റ്സ് ബൈ പാക്കറ്റ്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമാറ്റിലായിരിക്കും. എനിവേ ആ ഡാറ്റയ്ക്കകത്ത് എന്തുണ്ടായിരിക്കും, വേറെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. ആരാണ് സെൻഡ് ചെയ്യുന്നത്, എങ്ങോട്ടേക്കാണ് സെൻഡ് ചെയ്യുന്നത് എന്ന ഡാറ്റകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ശരിക്കുള്ള ആക്ച്വൽ ഇൻഫർമേഷൻസിനെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. അപ്പോൾ ഈ നെറ്റ്വർക്ക് ഡാറ്റേനെ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ക്ലൗഡിലേക്കോ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസിനകത്തേക്കോ സ്റ്റോർ ചെയ്യാനുള്ള ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആക്ച്വലി ചെയ്യുന്നത് ലെവൽ 3-ലാണ്, എഡ്ജ് കമ്പ്യൂട്ടിങ്. ദിസ് മീൻസ് ലെവൽ 3 ആക്ടിവിറ്റീസ് ഫോക്കസ് ഓൺ ഹൈ വോളിയം ഡാറ്റ അനാലിസിസ് ആൻഡ് ട്രാൻസ്മിഷൻസ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഹൈ വോളിയം ഹ്യൂജ് നമ്പർ ഓഫ് ഡാറ്റ അതെന്താ ചെയ്യുന്നത്, അത് അനലൈസ് ചെയ്യുകയും അതിൻ്റെ ട്രാൻസ്മിഷനാണ് ആക്ച്വലി ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ലെവൽ 3-കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, level 1 sensor device might generate data sample multiple times per seconds, 24 hours a day, 360 days a year. ഇപ്പോൾ ഒരു സെൻസറിനകത്ത് ഓരോ സെക്കൻഡ്സിലും എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡാറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സെക്കൻഡ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ അത് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഇയറിൽ 365 ഡാറ്റ ഈ ഡേയ്സും എന്ത് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്തിരിക്കും. അപ്പം ഹ്യൂജ് വോളിയം ഓഫ് ഡാറ്റയാണ് ആക്ച്വലി ഒരു സെൻസർ തന്നെ എന്ത് ചെയ്യുന്നത്, ജനറേറ്റ് ചെയ്യുന്നത്. ബേസിക് ടെനറ്റ് ഓഫ് ദി IoT റെഫറൻസ് മോഡൽ ഈസ് ദാറ്റ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സിസ്റ്റം initiate information processing as early as close to the edge and network as possible. This is sometimes referred to as the fog computing. Or level 3 is ആക്ച്വലി ഈ ഒരു ഇൻഫർമേഷനെ നമുക്ക് ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ പ്രോസസ്സിങ്ങും സ്റ്റോറിങ്ങിനും രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ടെക്നിക്കാണ് ആക്ച്വലി നമ്മൾ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ലെവൽ 3 അല്ലെങ്കിൽ ഫോഗ് കമ്പ്യൂട്ടിംഗ് എന്നൊരു സാധനത്തിനകത്തേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Data generated by the device is submitted to the connectivity level, that is level 2 networking equipment. Level 3 processing is performed on a packet by packet basis. ഇപ്പോൾ ഡിവൈസ് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ ലെവൽ 2-ന് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. ആൻഡ് ലെവൽ 3-ൽ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്യുന്ന ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചാൽ പാക്കറ്റ് ബൈ കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാക്കറ്റ് ബൈ പാക്കറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ദിസ് പ്രോസസ്സിങ് ഈസ് ലിമിറ്റഡ് ബിക്കോസ് ദർ ഇസ് ഓൺലി അവയർനെസ് ഓഫ് ഡാറ്റ യൂണിറ്റ്സ്. നമ്മൾ ഡാറ്റ യൂണിറ്റ്സ് മാത്രമാക്കി എന്ത് ചെയ്യുന്നേ ഉള്ളൂ, ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. ലെവൽ 3 പ്രോസസ്സിങ് ക്യാൻ include many examples. Examples of level 3 processing can be evaluation, formatting, expanding or decoding, distillation or reduction, assessment. ഇതൊക്കെ ഈ ലെവൽ 3-ൽ വരാവുന്ന പ്രോസസ്സിംഗ് ആണ്. ഒന്ന് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റിംഗ് ഡാറ്റ ഫോർ ക്രൈറ്റീരിയ ആസ് ടു വെദർ ഇറ്റ് ഷുഡ് ബി പ്രോസസ്ഡ് അറ്റ് എ ഹയർ ലെവൽ.
ഹയർ ലെവലിലേക്ക്, അതായത് ലെവൽ 4ലേക്ക് ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യേണ്ട ഡാറ്റയ്ക്ക് വേണ്ട ക്രൈറ്റീരിയ എന്തൊക്കെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അതൊരു പ്രോസസ്സാണ്. അത് ലെവൽ 3യിൽ പെർഫോം ചെയ്യാം. നെക്സ്റ്റ് വൺ ഇസ് റീഫോർമാറ്റിംഗ് ഡാറ്റ ഫോർ കൺസിസ്റ്റൻറ്റ് ഹയർ ലെവൽ പ്രോസസ്സിങ്. ഹയർ ലെവലിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റയെ ഹയർ ലെവലിനകത്തേക്ക് യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ഡാറ്റയെ എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ദാറ്റ് മീൻസ് ഫോമാറ്റ് ചെയ്യുക. നെക്സ്റ്റ് എക്സ്പാൻഡിങ് ഓർ ഡീകോഡിങ്, ഹാൻഡ്ലിങ് ക്രിപ്റ്റിക് ഡാറ്റ വിത്ത് അഡീഷണൽ കോണ്ടെക്സ്റ്റ്. നമ്മളൊരു ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യുക, ഡീകോഡ് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് വേണ്ടിയിട്ട് ഡാറ്റ ഡീകോഡിങ് എന്ന് പറഞ്ഞ സാധനം പെർഫോം ചെയ്യും. ഡിസ്റ്റിലേഷൻ ഓർ റിഡക്ഷൻസ്, റെഡ്യൂസിങ് ആൻഡ് ഓ സമ്മറൈസിങ് ഡാറ്റ, മിനിമൈസ് ദി ഇമ്പാക്റ്റ് ഓഫ് ഡാറ്റ ആൻഡ് ട്രാഫിക്. ഡാറ്റ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കോമ്പാറ്റബിൾ ആക്കി മാറ്റുക. നെറ്റ്വർക്ക് ലെവലിലേക്ക് വേണ്ടിയിട്ട് ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കണ്ടൻറ്റ് ലോസ് ആവാതെ നമ്മൾ എൻ്റെ ഡാറ്റേനെ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഡാറ്റേൻ്റെ പിന്നെ ലെങ്ത് റെഡ്യൂസ് ചെയ്യുക. പിന്നെ അസസ്മെൻറ്റ്, ഡിറ്റർമിനിങ് വെദർ ഡാറ്റ റെപ്രസെൻറ്റ്സ് എ ത്രഷോൾഡ് ഓർ അലേർട്ട്. ഒരു പെർട്ടിക്കുലർ ലെവലോ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡോ ഡാറ്റയ്ക്കകത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അലാറത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫർമേഷൻസിനോ വേണ്ടിയിട്ട് ആ ഒരു അസസ് ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ ടൈം. മനസ്സിലായില്ല, ഡാറ്റ ഒരു പെർട്ടിക്കുലർ ലെവലിന് എബോവ് ആണോ ബിലോ ആണോ നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എബോവ് ആണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ അലാറോ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡോ അലാറോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം സെറ്റ് ചെയ്യാനുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യുക. അതിങ്ങനെ ഫുൾ ടൈം അസസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ലെവൽ 3യിൽ എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാമെന്നാണ്. ഇതെല്ലാം കൂടെ ചെയ്യണമെന്നില്ല, ഇതിലൊന്നിൽ കൂടുതൽ പ്രോസസ്സ് വേണമെങ്കിൽ ഒരുമിച്ച് പെർഫോം ചെയ്യാം. ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഡ്ജ് ഓർ ഫോഗ് കമ്പ്യൂട്ടിംഗ്, ഡാറ്റ എലമെൻറ്റ്സ് അനാലിസിസ് ആൻഡ് ട്രാൻസ്മിഷൻ. ലെവൽ 3 ഫങ്ഷനാലിറ്റി എന്തൊക്കെയാണ് ഉണ്ടാകും. ഡാറ്റ പാക്കറ്റ്സ് ആയിട്ട് വരുന്നു. ആ ഡാറ്റ പാക്കറ്റ്സിന് എന്ത് ചെയ്യുന്നു, ഇത്രയും പ്രോസസ്സ് പെർഫോം ചെയ്യുന്നു. ഇൻഫർമേഷൻ അണ്ടർസ്റ്റാൻഡബിൾ ടു ദി ഹയർ ലെവലിലേക്ക് ഉള്ള ഫോമാറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാകും, ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്തിട്ടുണ്ടാകും, കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഡാറ്റ ഫ്ലോ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ലെവൽ 2ന്ന് റിസീവ് ചെയ്യുന്നു, ഡാറ്റ പാക്കറ്റ്സ് റിസീവ് ചെയ്യുന്നു, അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഇതാണ് നെക്സ്റ്റ് അതിൻ്റെ പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യുന്നത്, ഡാറ്റ ഫിൽറ്ററിങ് പെർഫോം ചെയ്യുന്നു, ക്ലീനപ്പ് പെർഫോം ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഡാറ്റ അഗ്രിഗേഷൻ. ഡാറ്റ അഗ്രിഗേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഗാദറിങ് ഡാറ്റ ആൻഡ് പ്രിസ്ക്രൈബിങ് ഇറ്റ് ഇൻ എ സമ്മറൈസ്ഡ് ഫോമാറ്റ്. അപ്പം പല സെൻസസ് ഉണ്ടാകും, ഇതിനകത്തുണ്ടാകും, പല സോഴ്സസ് ഉണ്ടാകും. ആ സോഴ്സിനകത്ത് എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ ഫോമാറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. പാക്കറ്റ് കണ്ടൻറ്റ് ഇൻസ്പെക്ഷൻസ്, ഓരോ പാക്കറ്റിനകത്തുള്ള കണ്ടൻറ്റ് എന്താണെന്ന് ഇൻസ്പെക്ട് ചെയ്യുക. കോൺട്രിബ്യൂഷൻ ഓഫ് നെറ്റ്വർക്ക് ആൻഡ് ഡാറ്റ ലെവൽ അനാലിറ്റിക്സ്. ത്രഷോൾഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ, നേരത്തെ നമ്മൾ പറയില്ല, ഒരു പെർട്ടിക്കുലർ വാല്യൂ റീച്ച് ചെയ്യുന്നുണ്ടോ, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഇവൻറ്റ് ജനറേഷൻ, ഒരു ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ലെവൽ 3യിൽ പെർഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ലെവൽ 4. ലെവൽ 3യുടെ ഒരു ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഇവിടെ. ഡിവൈസ് ഫസ്റ്റിൽ, ദെൻ കണക്ടിവിറ്റി, ദെൻ എഡ്ജ് കമ്പ്യൂട്ടിങ്. തേർഡ് ലെവൽ തന്നെ എഡ്ജ് കമ്പ്യൂട്ടിങ്. അപ്പോൾ ഡിവൈസസ് ഇവിടെ ഓരോ പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കണക്ടിവിറ്റി എഡ്ജ് കമ്പ്യൂട്ടിങ്ങിനകത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കേണ്ടതെങ്കിലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, ഓരോരോ ലെവൽസിനകത്ത് എന്തൊക്കെ പെർഫോം ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കാനാണ്. നെക്സ്റ്റ് ഈസ് 4th ലെവൽ, ഡാറ്റ അക്യുമുലേഷൻസ്. ഡാറ്റ അക്യുമുലേഷനകത്ത് നമ്മൾ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് ആർ ബിൽഡ് ടു റിലയബിളി മൂവ് ഡാറ്റ. നെറ്റ്വർക്കിങ്ങിനകത്ത് നമ്മൾ എന്താ വെച്ചാൽ മൂവ്മെൻറ്റ് ഓഫ് ഡാറ്റയാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ അതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. ഡാറ്റ റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. ഈ ഡാറ്റ അക്യുമുലേഷനകത്ത് പല ഡാറ്റയും നെറ്റ്വർക്ക്, അതായത് തേർഡ് ലെയറിനകത്ത് നിന്ന് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും.
ആക്ച്വലി ഇവിടെ ഇതുവരെയുള്ള ഡാറ്റ നമുക്ക് വേണമെങ്കിൽ data is moving through the network at a rate and organization determined by the device gathering data. ഇതുവരെ നമുക്ക് മൂവിങ് ഡാറ്റ എന്ന് പറയുന്നു. ഈ മൂവിങ് ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു ഡാറ്റ അറ്റ് റെസ്റ്റ്. അതാണ് ആക്ച്വലി ലെവൽ 4 ചെയ്യുന്നത്. ലെവൽ 4 നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആസ് ഡിഫൈൻഡ് ഇൻ ഏർലിയർ, level 1 devices do not include computing capabilities themselves. ഡിവൈസസിന് എന്തില്ല, കമ്പ്യൂട്ടിംഗ് കേപ്പബിലിറ്റീസ് ഇല്ല. അപ്പം കമ്പ്യൂട്ടേഷണൽ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യുന്നത് ആക്ച്വലി ഇൻ ലെവൽ 2 സച്ച് ആസ് പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ, അപ്ലിക്കേഷൻ ഓഫ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി പോളിസി, ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് ലെവൽ 2 അഡീഷണൽ കമ്പ്യൂട്ടേഷൻ ടാസ്ക് ക്യാൻ ബി പെർഫോംഡ് അറ്റ് ലെവൽ 3. ലെവൽ 3 നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടേഷണൽ ടാസ്ക്, അഡീഷണൽ കമ്പ്യൂട്ടേഷൻ ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യുന്നു. സച്ച് ആസ് പാക്കറ്റ് ഇൻസ്പെക്ഷൻസ് ആൻഡ് സോ ഓൺ. പാക്കറ്റ് ഇൻസ്പെക്ഷൻസ് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി ലെവൽ 4 നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർ കമ്പ്യൂട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഇതിനകത്താണ്, ലെവൽ 3 ഇനി ഇതിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത് ആപ്ലിക്കേഷൻ ടിപ്പിക്കലി അസ്യൂംസ് ദാറ്റ് ഡാറ്റ ഈസ് അറ്റ് റെസ്റ്റ് ഓർ അൺചേഞ്ചിങ് ഇൻ മെമ്മറി ഓർ എ ഡിസ്ക്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കിലേക്കോ അല്ലെങ്കിൽ മെമ്മറിയിലേക്കോ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ലെവൽ 4 ചെയ്യുന്നത് ഡാറ്റ അക്യുമുലേഷൻസ്. അറ്റ് ലെവൽ 4 ഡാറ്റ അക്യുമുലേഷൻ, ഡാറ്റ ഇൻ മോഷൻ ഈസ് കൺവേർട്ടഡ് ടു ഡാറ്റ അറ്റ് റെസ്റ്റ്. ലെവൽ 4 ഡിറ്റർമിൻസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. ഇഫ് ഡാറ്റ ഓഫ് ഇൻട്രസ്റ്റ് ടു ഹയർ ലെവൽ, if so, level 4 processing is the first level that is configured to a server specific needed to higher level. അപ്പോൾ ഹയർ ലെവലിലേക്ക് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ് പെർഫോം ചെയ്യും ഉണ്ടെങ്കിൽ മാത്രം. ഇഫ് ഡാറ്റ മസ്റ്റ് ബി പെർസിസ്റ്റഡ്, ഷുഡ് ഡാറ്റ കെപ്റ്റ് ഓൺ എ ഡിസ്ക് ഇൻ എ നോൺ വോളട്ടൈൽ സ്റ്റേറ്റ് ഓർ അക്യുമുലേറ്റഡ് ഇൻ എ മെമ്മറി ഓർ എ ഷോർട്ട് ടൈം യൂസ്. അപ്പോൾ ഡാറ്റ ഹയർ ലെവലിലേക്ക് പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഡാറ്റ നമ്മളൊരു ഡിസ്കിനകത്തേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നോൺ വോളട്ടൈൽ സ്റ്റോറേജ് ഡിവൈസിനകത്തേക്കോ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അല്ലെങ്കിൽ ഷോർട്ട് ടൈം സ്റ്റോറേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടു എ മെമ്മറി, ഒരു മെമ്മറിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വോളട്ടൈൽ മെമ്മറിക്കകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു മെമ്മറി ഡിവൈസിനകത്തേക്ക്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് അല്ലാത്ത ഒരു സ്റ്റോറേജ് ഡിവൈസിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ദ ടൈപ്പ് ഓഫ് സ്റ്റോറേജ് നീഡഡ്. അതിനകത്ത് ബാക്കിയുള്ള പറഞ്ഞു വെച്ചാൽ ബിഗ് ഡാറ്റയാണോ, ചിലപ്പോൾ നമ്മളത് ഫയൽ ഫോമാറ്റിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് ഫോമാറ്റിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഇഫ് ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് പ്രോപ്പർലി, ഈസ് ഡാറ്റ അപ്രോപ്രിയറ്റ്ലി ഓർഗനൈസ്ഡ് ഫോർ ദി റിക്വയർഡ് സ്റ്റോറേജ് സിസ്റ്റം. അപ്പോൾ റിക്വയർഡ് സ്റ്റോറേജ് സിസ്റ്റത്തിനകത്തേക്ക് ഏത് രീതിയിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ഒരു ഫോമാറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. ആസ് ലെവൽ 4 ക്യാപ്ചർ ഡാറ്റ ആൻഡ് പുട്ട് ഇറ്റ് അറ്റ് റെസ്റ്റ്. ലെവൽ 4 എന്ത് ചെയ്യുന്നു, ഡാറ്റ നെറ്റ്വർക്കിനകത്ത് എന്ത് ചെയ്യുന്നു, തേർഡ് ലെവലിനകത്ത് ക്യാപ്ചർ ചെയ്യുന്നു ആൻഡ് പുട്ട് ഇറ്റ് അറ്റ് എ റെസ്റ്റ്, അത് സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ടാണ് റെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഇതിനകത്ത് ചെയ്യുന്നത്, നമ്മൾ ലെവൽ 4 ചെയ്യുന്നത്. ഇറ്റ് ഈസ് നൗ യൂസബിൾ ബൈ അപ്ലിക്കേഷൻസ് ഓൺ നോൺ റിയൽ ടൈം ബേസിസ്. നോൺ റിയൽ ടൈം ബേസിസിലല്ല നമ്മൾ ചെയ്യുന്നത്, റിയൽ ടൈം ബേസിസിലല്ല ചെയ്യുന്നത്, നമ്മൾ അപ്ലിക്കേഷൻസ് ഓൺ എ നോൺ റിയൽ ടൈം ബേസിസിലാണ്. ഒരു പെർട്ടിക്കുലർ ടൈമിനിടയ്ക്ക് ഇത് ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് ടൈം കൺസ്റ്റൻ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പം അപ്ലിക്കേഷൻസ് ആക്സസ് ദീസ് ഡാറ്റ വെൻ ഇറ്റ് ഈസ് നെസസറി. എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് എന്ത് ചെയ്യുന്നു, ഈ സ്റ്റോർ ചെയ്ത ഡാറ്റ നമ്മൾ ആക്സസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, റിയൽ ടൈം അല്ല പറയുന്നത്. എപ്പോഴൊക്കെയാണോ ഇപ്പോൾ സ്റ്റോർ ചെയ്ത ഡാറ്റ എപ്പോഴാണോ ആവശ്യം വരിക ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നു, അതിനെ ആക്സസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് റിയൽ ടൈം അല്ല എന്ന് പറയുന്നത്. അപ്പം ലെവൽ 4 കൺവേർട്ട്സ് ഇവൻറ്റ് ബേസ്ഡ് ഡാറ്റ ടു ക്വറി ബേസ്ഡ് പ്രോസസ്സിങ്. ഇവൻറ്റ് ബേസ്ഡ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ ഇവൻറ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റോർ ചെയ്ത ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ക്വറി ബേസ്ഡ് ആണ്. റിക്വസ്റ്റിൻ്റെ ബേസിലാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ പ്രോസസ്സ് ചെയ്യുന്നത്. ക്വറി ബേസ്ഡ് പ്രോസസ്സിംഗ് ആണ് ആക്ച്വലി ആ സമയത്ത് പെർഫോം ചെയ്യുന്നത്. എന്തൊക്കെയാണ് എൻ്റെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇൻ ഡാറ്റ അക്യുമുലേഷനകത്ത് ഇവൻറ്റ് ഫിൽറ്ററിങ്,
സാമ്പിളിംഗ് ഉണ്ട്, ഇവൻ കമ്പാരിസൺസ്, ഇവൻ ജോയിനിങ് ഫോർ CEP. ഇത് ജസ്റ്റ് അതിനകത്ത് ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇവൻ ബേസ്ഡ് റൂൾ ഇവാലുവേഷൻ ആക്ച്വലി എന്തൊക്കെയാണ് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ഡാറ്റ ഇൻ മോഷൻ ടു ഡാറ്റ ഇൻ റെസ്റ്റ്. ഇതാണ് ആക്ച്വലി മെയിനായിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഡാറ്റ സ്റ്റോറേജിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് നമ്മൾ കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്. മേക്കിംഗ് നെറ്റ്വർക്ക് ഡാറ്റ യൂസബിൾ ബൈ ആപ്ലിക്കേഷൻസ്. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺസേൺ ഉള്ളത്. കൺവേർട്സ് ഡാറ്റ ഇൻ എ മോഷൻ ടു ഡാറ്റ അറ്റ് റെസ്റ്റ്. കൺവേർട്സ് ഫോർമാറ്റ് ഫ്രം നെറ്റ്വർക്ക് പാക്കറ്റ്സ് ടു ഡാറ്റാബേസ് റിലേഷണൽ ഡാറ്റാബേസ് ടേബിൾസ്. ആക്ച്വലി നമുക്ക് ലെവൽ 3 കിട്ടുന്നത് പാക്കറ്റ്സ് ബൈ പാക്കറ്റ്സ് ആയിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്തേക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. സോ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിന് ഡാറ്റാബേസിൻ്റെ ഫോർമാറ്റ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയാം. റിലേഷണൽ ഡാറ്റാബേസ് ടേബിൾസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അച്ചീവ്സ് ട്രാൻസിഷൻസ് ഫ്രം ഇവൻറ്റ് ബേസ്ഡ് ടു ക്വറി ബേസ്ഡ് കമ്പ്യൂട്ടിംഗ്. ഇതുവരെ ഇവൻറ്റ് ബേസ്ഡ് ആയിരുന്നു. ഇവൻറ്റ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ത്രഷോൾഡ് സെൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പിന്നെ അലാറം പോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കുക, അതൊക്കെ ഓരോരോ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടില്ല, ഒരു ക്വറിയെ ബേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. അതുപോലെ സ്റ്റോർ ചെയ്ത ഡാറ്റയ്ക്കകത്ത് നിന്ന് ഒരു പെർട്ടിക്കുലർ ക്വറി ആയിരിക്കും വരിക. ആ ക്വറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡാറ്റ എന്ത് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുന്നത്. ഡ്രമാറ്റിക്കലി റെഡ്യൂസസ് ഡാറ്റ ത്രൂ ഫിൽറ്ററിങ് ആൻഡ് സെലക്ടിങ് സ്റ്റോറിങ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 4th ലെവലിൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. And what is next level? 5th level, data abstractions. Next is data abstractions. IoT system will need to scale to a corporate or even a global level and will require multiple storage systems to accommodate IoT device data and data from traditional enterprise like ERP, HRM, CRM and other systems. നോർമലി ഒരു IoT പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബലൈസ് ചെയ്യാനാണ് നോക്കുക. കാരണം ഡാറ്റ ഡിഫറെൻറ്റ് ഏരിയയിലായിരിക്കും, വേൾഡിലുള്ള പല ഏരിയയിലായിരിക്കും ഉണ്ടാവുക. സ്റ്റോറേജ് എന്ന് പറഞ്ഞ സാധനം ഒരു യൂണിഫോമിറ്റി വേണം. പിന്നെ സ്റ്റോർ ചെയ്ത സാധനങ്ങൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ, പ്രോസസ്സ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഈസി ആയിട്ട് ഉള്ള രീതിയിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതൊരു സ്ഥലത്തായിരിക്കണമെന്നില്ല സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം ഡെവലപ്പ് ചെയ്യുന്നത് ഒരു ലോക്കലി ആയിരിക്കില്ല. IoT സിസ്റ്റം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഗ്ലോബൽ സിസ്റ്റമായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പിന്നെ IoT സിസ്റ്റത്തെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം നോർമലി IoT ഡിവൈസിനകത്ത് കിട്ടുന്ന ട്രഡീഷണൽ ഡാറ്റയും ദെൻ ഡാറ്റ ഫ്രം ട്രഡീഷണൽ എൻ്റർപ്രൈസ് ലൈക്ക് ERP മീൻസ് എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അതുപോലെ HRM മീൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റയും നമ്മുടെ ഡിവൈസസിനകത്തുള്ള ഡാറ്റയ്ക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് വേയിലായിരിക്കും. അത് ഡിഫറെൻറ്റ് ലൊക്കേഷനിലായിരിക്കും നമ്മളത് സ്റ്റോർ ചെയ്യുന്നത്. The data abstraction function of level 5 are focused on rendering data and its storage in ways that enable developing simpler performance enhanced applications. ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇങ്ങനെ ഈ ഡാറ്റ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഒരു ഗ്ലോബലൈസ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും അതിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്നത്. ആക്ച്വലി സ്റ്റോർ ചെയ്യുന്നത് മാത്രമല്ല ഈ രീതിയിൽ നമ്മൾ ഗ്ലോബലൈസ് ചെയ്യുന്നത്. അപ്പം ഗ്ലോബലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡാറ്റ സ്റ്റോറേജ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ഏരിയയിലും ഒരു ഗ്ലോബൽ ഏരിയയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഉള്ള എല്ലാ യൂസേഴ്സിനും എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്യാൻ പറ്റും. വിത്ത് മൾട്ടിപ്പിൾ ഡിവൈസ് ജനറേറ്റിംഗ് ഡാറ്റ ദർ മേ ബി many reasons why this data may not land in the same data storage. ഇപ്പോൾ നമ്മളൊരു മൾട്ടിപ്പിൾ ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്നത് അത് ഒരേ പ്ലേസിലായിരിക്കണമെന്നില്ല. വേൾഡിലെ ഡിഫറെൻറ്റ് പ്ലേസിൽ ജനറേറ്റ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഡിവൈസസ് ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മളൊരു സ്ഥലത്തായിരിക്കില്ല. ദാറ്റ് മേ ബി ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്. അതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ there might be too much data
put into one place. അപ്പോൾ നമുക്ക് ഒരു ഡിവൈസ് തന്നെ ജനറേറ്റ് ചെയ്യുന്നത് ഓരോ സെക്കൻഡ്സിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡെയിലി ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും, ഒരു ഇയറിൽ അത് വെരി ബിഗ് ഡാറ്റ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതെല്ലാം ഒരു പ്ലേസിൽ സ്റ്റോർ ചെയ്യുന്ന പറഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യുന്ന ഡിഫിക്കൽട്ട് എന്നല്ല. അപ്പോൾ അതുപോലെ ഡിവൈസസുകൾ എല്ലാ ഡിവൈസിലും വേൾഡിലെ ഡിഫറെൻറ്റ് പ്ലേസിലുള്ള സാധനങ്ങൾ ഒരു സ്റ്റോറേജ് ലൊക്കേഷനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്ന ഇറ്റ്സ് വെരി ടീഡിയസ് ജോബ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡാറ്റാസ് നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനകത്ത് സ്റ്റോർ ചെയ്യും. മൂവിങ് ഡാറ്റ ഇൻ ടു ഡാറ്റാബേസ് മൈറ്റ് ബി കൺസ്യൂം ടു മച്ച് പ്രോസസ്സിംഗ് പവർ. അപ്പോൾ ഒരു പ്ലേസിലേക്ക് ഒരു ഡാറ്റാബേസിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതല്ല കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യുന്നതാണ്, പവർ കൺസ്യൂം ചെയ്യുന്നതാണ്. അപ്പം അതിനെ റിട്രീവ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും, ടീഡിയസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ പ്രോസസ്സിങ് സ്പീഡിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ലൊക്കേഷനകത്തേക്ക് എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ദിസ് ഈസ് ഡൺ ടുഡേ വിത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ് ഡാറ്റാബേസ് ആൻഡ് ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന പ്ലേസിനാണ് നമ്മൾ ഡാറ്റ വെയർഹൗസ് എന്ന് പറയും. അപ്പം ഇത് നോർമലി നമ്മൾ സ്റ്റോർ ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനകത്തായിരിക്കും, ജിയോഗ്രഫിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിനകത്തായിരിക്കും. ഡിവൈസ് must be geographically separated and processing is optimized locally. പ്രോസസ്സ് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും, ഒരു പ്ലേസിൽ ഇരുന്നിട്ടായിരിക്കും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഡാറ്റ എന്തായിരിക്കും, ജിയോഗ്രഫിക്കലി സെപ്പറേറ്റഡ് ആയിരിക്കും. Level 3 and Level 4 might separate continuous stream of raw data from data that represents an event. Data storage for streaming data be a big data system such as Hadoop. ഇതിനകത്ത് നമ്മൾ ലെവൽ 3യിൽ നമ്മൾ കണ്ടിന്യൂസ് റോ ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ ലെവൽ 4നകത്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളെന്തായിരുന്നു ഒരു സ്റ്റോറേജിന് വേണ്ടി ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഒരു ഇവൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി ആ ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ ഇവൻറ്റ്. മറ്റേത് കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡാറ്റയാണ്. സെൻസ് ചെയ്യുന്ന ഡാറ്റ നമ്മൾ സെൻസറിനകത്ത് കിട്ടുന്ന ഡാറ്റ കണ്ടിന്യൂസ് സ്ട്രീമാണ്. ആക്ച്വലി ഓരോ സെക്കൻഡ്സിലും അവസാനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോറേജ് ഫോർ ഇവൻറ്റ് ഡാറ്റ മേ ബി റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഫാസ്റ്റർ ക്വറീസ് ടൈംസ്. നമ്മൾ ഇവൻറ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ എന്നാണ് ഇവൻറ്റ് ഡാറ്റ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മേ ബി റിലേഷണൽ ഡാറ്റാബേസ്, നമ്മൾ അത് റിലേഷണൽ ഡാറ്റാബേസിലാണ് സ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ പ്രോസസ്സിങ് മൈറ്റ് ബി റിക്വയർഡ്. പല രീതിയിലുള്ള ഡാറ്റ പ്രോസസ്സിങ് വേണ്ടി വരും. For example, in-store processing will focus on different things that across on-store summary processing. ഈ ഡിഫറെൻറ്റ് ലൊക്കേഷനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ആണെങ്കിൽ പോലും അത് ഒരു ലോക്കലി പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി ലെവൽ 5നകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്നത്. അതിൻ്റെ അബ്സ്ട്രാക്റ്റിലൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ എസെൻസ് എന്താണെന്ന് കാണിച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ഇൻ്റഗ്രേഷൻ എന്നാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രിയേറ്റ് സ്കീംസ് ആൻഡ് വ്യൂസ് ഓഫ് ഡാറ്റ ഇൻ എ മാനർ ദറ്റ് അപ്ലിക്കേഷൻസ് വാണ്ട്. അപ്പോൾ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കീംസും ഡാറ്റയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്റ്റോറേജ് എന്നുള്ള സാധനം നമ്മൾ പോസിബിൾ ആക്കുന്നു. ക്രിയേറ്റ് സ്കീംസ് ആൻഡ് വ്യൂസ് ഓഫ് ഡാറ്റ ഇൻ എ മാനർ ദാറ്റ് ആപ്ലിക്കേഷൻ വേണം. അപ്പം നമ്മൾ സ്കീംസ് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, ഡാറ്റ ഏത് രീതിയിൽ വ്യൂ ചെയ്യണം എന്നുള്ള ആപ്ലിക്കേഷൻ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഏത് രീതിയിൽ ഡാറ്റ വ്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ സ്കീംസ് ഡെവലപ്പ് ചെയ്യുന്നു. ലെവൽ 5ലാണ്. കമ്പൈൻസ് ഡാറ്റ ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ് സിംപ്ലിഫൈങ് ദി ആപ്ലിക്കേഷൻസ്. ഡിഫറെൻറ്റ് സോഴ്സസിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സിനകത്തായിരിക്കുള്ള ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ നമ്മൾ ഒരു ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആക്സസ് ചെയ്യുന്നു. ഫിൽറ്ററിങ്, സെലക്ടിങ്, പ്രൊജക്റ്റിംഗ് ആൻഡ് റീഫോർമാറ്റിംഗ് ദി ഡാറ്റ ടു സെർവ് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ്. ഇപ്പോൾ ഒരു ക്ലയൻറ്റിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഡിഫറെൻറ്റ് ലൊക്കേഷനകത്താണ് ഡാറ്റ ഉള്ളത്, പ്രോസസ്സ് ചെയ്യുന്നത് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനകത്ത് ഫിൽറ്ററിങ് ഡാറ്റ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്, സെലക്ഷൻ ഓഫ് ഡാറ്റ നടക്കുന്നുണ്ട്, പ്രൊജക്റ്റിംഗ് ഉണ്ട്, ആൻഡ് റീഫോർമാറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലയൻറ്റ് നോർമലി
എന്താ ഒരു സിസ്റ്റത്തിനകത്ത് ഇരിക്കുകയോ അല്ലെങ്കിൽ ഒരു എൻഡിലിരിക്കുകയോ ചെയ്തിട്ട് ഇതൊന്നും അറിയാതെയാണ് ആക്ച്വലി അയാൾ പാസ് ചെയ്യുന്നത്. സിംഗിൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന അതേ ലാഘവത്തിലായിക്കോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ലെവൽ 5 അബ്സ്ട്രാക്ഷൻ ലെവൽ എന്ന് പറയുന്നത്, ഡാറ്റ അബ്സ്ട്രാക്ഷൻസ് പറയും. നെക്സ്റ്റ് വൺ ഈസ് ലെവൽ 6 അപ്ലിക്കേഷൻസ്. ലെവൽ 6 is an application level or information interpretation occurs. ഇവിടെയാണ് ആക്ച്വലി ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് പല ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പല ജിയോഗ്രഫിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. Software that this level interact with level 5 and data rest, so it does not have to operate at network speed. ഇത് ആക്ച്വലി നെറ്റ്വർക്കിൻ്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ലെവൽ 5നെയും പിന്നെ ഡാറ്റ അറ്റ് റെസ്റ്റ്, നമ്മുടെ 4th ലെവലിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയുമാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദ IoT റെഫറൻസ് മോഡൽ ഡസ് നോട്ട് സ്ട്രിക്ട്ലി ഡിഫൈൻ ആൻ ആപ്ലിക്കേഷൻ. ഇത് 6th ലെവൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്ത് കൃത്യമായിട്ട് പറയുന്നില്ല. ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ആക്ച്വലി ആപ്ലിക്കേഷൻ വേരി ബേസ്ഡ് ഓൺ വേർട്ടിക്കൽ മാർക്കറ്റ്സ്, ദ നേച്ചർ ഓഫ് ഡിവൈസ് ഡാറ്റ ആൻഡ് ബിസിനസ് നീഡ്സ്. അപ്പോൾ ഓരോ ബിസിനസ്സിനനുസരിച്ചിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ എന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ആപ്ലിക്കേഷൻ ഫ്രെയിം ചെയ്യുന്നില്ല നമ്മൾ ഒരു 6th ലെവൽ കൊണ്ട് ഇന്നത് ഈ രീതിയിലായിരിക്കണം ആപ്ലിക്കേഷൻസ് എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ എയിം എന്ന് പറയുന്ന സാധനം, അതായത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്ന ടാസ്ക് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും, അതിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ഡിഫറെൻ്റ് ആയിരിക്കും, മാർക്കറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടൊക്കെ തന്നെ the IoT reference model does not strictly define an application. Okay. Some applications will combine device and non-device data. Non-device data device data നമ്മൾ കമ്പൈൻ ചെയ്യാൻ യൂസ് ചെയ്യും. Monitoring and control applications represent many different application models, programming patterns and software stacks, leading to discussions of operating system, mobility, application servers, hypervisors, multi-threading, multi-tenancy, etc. ഇപ്പോൾ 6th ലെവൽ ആക്ച്വലി ആപ്ലിക്കേഷനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ 5th ലെവലിലുള്ള കോൺസെപ്റ്റും അതുപോലെ 4th ലെവലിൽ നമ്മൾ ഡാറ്റ ഇൻ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റയും ആക്ച്വലി യൂസറിന് അവൈലബിൾ ആയ ഫോമാറ്റിലേക്ക് നമ്മൾ വ്യൂ ചെയ്യിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻസാണ് ആക്ച്വലി ഈ 6th ലെവലിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അതേപോലെ എവിടെ എഫക്റ്റ് ചെയ്യില്ല, ഈ ആപ്ലിക്കേഷനകത്ത് ഈ ലെവലിനകത്ത് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. അതിനകത്ത് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് മെഷീൻ, മൊബൈൽ ആപ്ലിക്കേഷൻ, ബിസിനസ് ഇൻ്റലിജൻസ് റിപ്പോർട്ട്സ്, അനലിറ്റിക് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞ കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടിംഗ്, അനലിറ്റിക്സ്, കൺട്രോൾ, ഇതാണ് ആക്ച്വലി ഈ ആപ്ലിക്കേഷനകത്ത് വരുന്നത്. കൺട്രോൾ ആപ്ലിക്കേഷൻസ്, വേർട്ടിക്കൽ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ്, ബിസിനസ് ഇൻ്റലിജൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇത്രയും വെറൈറ്റീസ് ഓഫ് ആപ്ലിക്കേഷൻസാണ് നമ്മൾ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. 6th ലെവലിൽ സ്പെസിഫൈ ചെയ്യുന്നത് ഇറ്റ്സ് എ പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ്. ഇതിനകത്ത് നമ്മൾ സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഈ വെറൈറ്റീസ് നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ഒരു ആപ്ലിക്കേഷൻസ് എന്തായിരിക്കും എന്ന് എന്ത് ചെയ്യുന്നില്ല, 6th ലെവലിൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി സ്പെസിഫൈ ചെയ്യുന്നില്ല. And last one is collaboration and process. So in this level there is level 7, collaboration and process. We consider people and business process. People use applications and associated data for their specific needs. Multiple people use same application for a range of different purposes. So the objective is not the application, it is to empower the people to do their work better.
ഇതിനകത്ത് നമ്മൾ ആക്ച്വലി ഇൻവോൾവ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെവലിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പീപ്പിളും ബിസിനസ് പ്രോസസ്സുമാണ് ആക്ച്വലി ഇത് ഈ ഒരു ലെവലിനകത്ത് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി റൈറ്റ് ഡാറ്റ റൈറ്റ് ടൈമിൽ ബിസിനസ് പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ലെവൽ കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ടു എംപവർ പീപ്പിൾ ടു ഡു വർക്ക് ബെറ്റർ. The sixth level gives business people the right data, the right time, so they can do right thing. അതിനാണ് ആക്ച്വലി സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പോൾ സെവൻത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പീപ്പിൾ ആൻഡ് ബിസിനസ് പ്രോസസ്സ് മാത്രമാണ്. കണ്ടിട്ടില്ല സെവൻത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻവോൾവിങ് പീപ്പിൾ ആൻഡ് ബിസിനസ് പ്രോസസ്സ്. ഇതിൻ്റെ ഒരു സമ്മറി കാണാം നിങ്ങൾക്ക് നെക്സ്റ്റ്. ഓരോന്നിനകത്തും സ്പെസിഫിക് ആയിട്ട് ഇത് കേട്ടല്ലേ 7 layers: physical and device controllers, physical device and controllers. Second layer is connectivity. Physical devices and controllers എന്നുള്ളതിനകത്ത് സിലിക്കൺ കണ്ടൻറ്റ്. ഇപ്പം നോർമലി ഡിവൈസസും ഒക്കെ നമുക്ക് സെമി കണ്ടക്ടർ ഡിവൈസസ് ആയിരിക്കും. അതുകൊണ്ട് സെക്യൂർ കണ്ടൻറ്റ് സിലിക്കൺ എന്നുള്ളതാണ് നമ്മളതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടേം എന്ന് പറയുന്നത്. സെമി കണ്ടക്ടർ ഡിവൈസസ് ആയിരിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് കണക്ടിവിറ്റി. ഇറ്റ്സ് എ സെക്യൂർ നെറ്റ്വർക്ക് ആക്സസ്. ഹാർഡ്വെയർ ആൻഡ് പ്രോട്ടോകോൾസാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നത്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഓർ ഫോഗ് കമ്പ്യൂട്ടിംഗ് അതിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന സെക്യൂർ കമ്മ്യൂണിക്കേഷൻസ്, പ്രോട്ടോകോൾസ് ആൻഡ് എൻക്രിപ്ഷൻസ്. ആൻഡ് ഫോർത്ത് ലെവൽ ഈസ് ഡാറ്റ അക്യുമുലേഷൻസ്. അത് പ്യൂർലി സോഫ്റ്റ്വെയർ ആണ്, ടാമ്പർ റെസിസ്റ്റൻ്റ് തന്നെ. ഡാറ്റ നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതായത് ഇതുവരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ ഇൻട്രസ്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ട്രൈ ചെയ്യുക. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ ടാമ്പർ റെസിസ്റ്റൻ്റ് തന്നെ നമ്മളതിനെ എന്ത് ചെയ്യുക, ടാമ്പർ ചെയ്യാതെ സേഫായിട്ട് നമ്മൾ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിനകത്തേക്ക് സ്റ്റോർ ചെയ്യാം. ആൻഡ് ഫിഫ്ത്ത് ലെവൽ ഈസ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, സെക്യൂർ സ്റ്റോറേജ്, ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ. സെക്യൂർ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ്. ആൻഡ് സിക്സ്ത് വൺ ഈസ് ആപ്ലിക്കേഷൻ, ഓതൻറ്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷൻ. സോഫ്റ്റ്വെയർ പ്യൂർലി സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുക. കൊളാബറേഷൻ ആൻഡ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി മാനേജ്മെൻറ്റ് ആണ്. Normally it's a software that involves people and business patterns. ഇതാണ് ആക്ച്വലി IoT റെഫറൻസ് മോഡൽ എന്ന് പറഞ്ഞാൽ. കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് അതിനകത്ത്. എന്താ പറയുക, IoT റെഫറൻസ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 to 20 മാർക്സിനുള്ളത് നിങ്ങൾ